ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയ പോരെ അച്ഛാ? ഇപ്പൊ ഇറങ്ങിയാലേ സമയത്തിന് അവിടെ എത്താൻ പറ്റുള്ളൂ ചിരു. പോലീസ് സ്റ്റേഷനിലൊക്കെ അവര് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ചെന്നില്ലെങ്കിൽ അവരുടെ സ്വഭാവമൊക്കെ മാറും. അച്ഛൻ അവിടെ വെച്ച് കൂടുതലൊന്നും പറയണ്ട. ഗോകുല് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവനൊരാവേശത്തിന് അങ്ങനെയൊക്കെ പറയും. എന്നുവെച്ച് ഞാനും കൂടി ഇടപെട്ടൊരു കേസില് അവനെ മാത്രം കുറ്റക്കാരനാക്കാൻ എനിക്ക് പറ്റൂ ചീരു. പിന്നെ ഞാൻ എൻ്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാലും ഞാനത് കാര്യമാക്കുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യത്തില് എത്ര എന്ത് പേടിക്കാനാ? എന്റെ പേടി മഞ്ചാടി എന്ത് വിചാരിക്കുന്നുള്ളത് മാത്രം. ഈ കാര്യത്തിൽ അവള് അച്ഛനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാവൻ രാവിലെ എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യമൊക്കെ അമ്പിളി പറയുന്നത് കേട്ടല്ലോ. ആ, CA എന്നെ വിളിച്ചിരുന്നു. ജീവൻ രാജിന്റെ കാര്യത്തിൽ എന്തോ മൊഴിയെടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞേ. അവന്റെ കേസിൽ അമ്മാവൻ എന്തിനാ മൊഴി കൊടുക്കുന്നത്? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മാവൻ പറ. എന്നെ എന്തിനാ അമ്മാവൻ എല്ലാத்தைയും അകറ്റി നിർത്തുന്നത്? അകറ്റി നിർത്തുന്നൊന്നല്ല രഘു, ഇതൊക്കെ എനിക്ക് തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതാ നിന്നെ അറിയിക്കായിരുന്നത്. എല്ലാം അമ്മാവൻ തന്നെ തീർത്തോളും. പക്ഷെ ഞാൻ ഈ വീട്ടിലുള്ള ഒരാളല്ലേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കൂടി അറിഞ്ഞിരിക്കണ്ടേ അമ്മാവ? നീ എന്താ അറിയാത്തത് രഘു? ചീരു ഇവിടേക്ക് തിരിച്ചു വരാനുണ്ടായ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിന്നോട് പറഞ്ഞില്ലേ? പിന്നെ CI വിളിപ്പിച്ചത് എന്തിനാണെന്ന് സ്റ്റേഷനിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അത് ഞാൻ തന്നെ വന്നിട്ട് വിശദമായിട്ട് നിന്നോട് പറയാം. അതുപോലെ കായലിൽ വീണ് കാണാതായ ജീവൻ രാജിന്റെ കാര്യത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി വ്യവസായിയുടെ മകൻ. ഈശ്വരീവൻ എന്തായി കാണിച്ചിരിക്കുന്നത്? എന്താമോ? നീ ഇതൊന്ന് വായിച്ചു നോക്ക് രഘു. ഇത് ഗോകുലിന്റെ ഫോട്ടോ അല്ല. കായലിൽ വീണ് കാണാതായ ജീവൻ രാജിന്റെ കാര്യത്തില് പുതിയ വെളിപ്പെടുത്തലുമായി വ്യവസായിയുടെ മകൻ. വിവാഹത്തലേന്ന് വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട ജീവൻ രാജ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിലാണ് ഇന്നലെ രാത്രി ഗോകുൽ എന്ന മറ്റൊരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി ജീവൻ രാജിന്റെ മിസ്സിങ്ങിന് പിന്നില് താനാണെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. നോക്കട്ടെ.